എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ചെറിയ വീഡിയോ ആണ്. പക്ഷേ കൂൺ കൃഷിയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ കൂടിയാണിത്. കൂൺ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അത് നമ്മുടെ കൂൺ കൃഷി അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. ഒന്നാമതായി പറയാനുള്ളത് നമ്മുടെ കൂൺ വിപണിയെക്കുറിച്ച് ധാരണയില്ലാതെ ഓവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത് എന്ന് തന്നെയാണ്. നമ്മുടെ ചാനലിലെ വീഡിയോകൾക്ക് താഴെ ഇടയ്ക്കിടെ പലരിൽ നിന്നായി വരുന്ന ഒരു കമന്റാണ് കൂണിന് ആവശ്യമായ മാർക്കറ്റ് ലഭിക്കുന്നില്ല എന്നത്. കൂൺ കൃഷി തുടക്കക്കാരെയും ചെറുകിട കർഷകരെയും ഒക്കെ കൂൺ കൃഷി തുടങ്ങി ഒരു ഘട്ടം എത്തുമ്പോൾ പ്രതിസന്ധിയിലാക്കുന്ന പ്രധാന ഘടകമാണ് ഉൽപ്പാദിപ്പിക്കുന്ന കൂൺ വിറ്റഴിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കൂണിന് ആവശ്യമായ മാർക്കറ്റ് ലഭ്യമല്ലാതെ വരുന്നത്. ദിവസവും 100 മുതൽ 150 കിലോ വരെ കൂൺ ഉൽപ്പാദിപ്പിക്കുന്ന പല കർഷകരും ആ ലെവലിലോട്ട് എത്താൻ എടുത്ത കുറേ കാലത്തെ അധ്വാനവും കഷ്ടപ്പാടും നഷ്ടങ്ങളുടെ കഥയും ഒടുവിൽ കൃഷിയുടെ ട്രാക്കിൽ വന്ന കഥയും ഒക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ തുടക്കകാലം ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയ രീതിയിൽ കൃഷി ചെയ്ത് കൃഷി പഠിച്ച് മാർക്കറ്റ് വിലയിരുത്തി ക്രമേണയുള്ള ഒരു വളർച്ചയായിരുന്നു എന്നത്. കൂൺ കൃഷി പഠിച്ചാൽ ശരിയായി ചെയ്യാൻ കഴിഞ്ഞാൽ അത്രമേൽ ലാഭമുള്ള ഒരു കൃഷിയാണ് എന്ന് പറയുന്നതിനോടൊപ്പം പല നാടുകളിലും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൂണിന് ഡിമാൻഡ് കുറവാണ് എന്ന സത്യവും ഇടയ്ക്കിടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഇപ്പോഴും പറയുന്നു. പണ്ടത്തെ അപേക്ഷിച്ച് കൂണിന് ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിലും അത് വലിയൊരു മാറ്റമായിട്ടൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലുമൊക്കെ വിജയ കഥകളോ അല്ലെങ്കിൽ കൂൺ കൃഷിയുടെ പോസിറ്റീവ് സൈഡിനെ കുറിച്ച് മാത്രമുള്ള വീഡിയോകളോ കണ്ട് കൃഷിയിലോട്ട് ഇറങ്ങും മുമ്പ് സമയമെടുത്ത് കൂണിന്റെ വിപണിയെക്കുറിച്ചും മറ്റും പഠനം നടത്തണം. കൂൺ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വലിയൊരു എമൗണ്ട് തുടക്കത്തിലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ രീതിയിൽ ചെയ്ത് മുന്നേറിയാൽ കൃഷിയിൽ പരാജയപ്പെടാനുള്ള സാധ്യത കുറവാണ്. അടുത്തതായി പറയാനുള്ളത് കുറച്ച് വീഡിയോകളോ 1-2 കൂൺ കൃഷി ക്ലാസ്സുകളോ കണ്ടത് വെച്ച് കൂൺ കൃഷി വളരെ എളുപ്പമാണെന്ന് കരുതി ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കരുത് എന്നതാണ്. കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം കൂൺ കൃഷി വളരെ എളുപ്പമാണെന്ന് തോന്നാമെങ്കിലും അതിന് ശരിയായ അറിവ് വളരെ പ്രധാനമാണ്. സമയമെടുത്ത് നല്ല രീതിയിൽ അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കുകയും കഴിയുമെങ്കിൽ 1-2 ഫാമുകൾ വിസിറ്റ് ചെയ്യാൻ അവസരം കണ്ടെത്തുകയും കൂൺ കർഷകരിൽ നിന്ന് തന്നെ കൃഷിയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുക. ഇത് പറയാൻ ഞങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ ഫാം ഉൾപ്പെടുന്ന ബ്ലോക്കിൽ നടപ്പിലാക്കിയ കൂൺ ഗ്രാമം പദ്ധതിയിൽ 2 ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റും 100 ചെറുകിട മഷ്റൂം ഫാമുകളും ഉൾപ്പെട്ടിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കി 2 വർഷം പിന്നിടുമ്പോൾ ആക്റ്റീവായി നിലവിലുള്ളത് ഞങ്ങളുടെ ഈ കൂൺ ഫാം മാത്രമാണ്. പദ്ധതികളിലെ പാളിച്ചകൾ കൊണ്ടാണോ കൂൺ കൃഷിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത കൊണ്ടാണോ എന്നറിയില്ല, കൂൺ കൃഷി തുടങ്ങിയവരിൽ അധികവും പാതി വഴിയിൽ കൃഷി ഉപേക്ഷിക്കുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ കൃത്യമായ അറിവ് നേടിയതിനു ശേഷം മാത്രം കൃഷിയിലോട്ട് ഇറങ്ങുക എന്നത് വളരെ പ്രധാനമാണ്. ചെറിയ മുതൽ മുടക്കിൽ കൃഷി ആരംഭിക്കുക. കൃഷി പഠിച്ച് കൂണിന് ആവശ്യമായ മാർക്കറ്റ് ലഭിക്കുന്നുണ്ടെന്ന് ബോധ്യമാകുന്ന ഘട്ടത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് നടത്തുക. നല്ല രീതിയിലുള്ള കൂണിന്റെ വിൽപ്പനയ്ക്ക് അതിനാവശ്യമായ രീതിയിലുള്ള പാക്കിംഗ് തന്ത്രങ്ങൾ സ്വീകരിക്കുക. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൂൺ വിത്തുകൾ തിരഞ്ഞെടുക്കുക. മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൃഷിയിൽ ഏറ്റക്കുറച്ചിലുകൾ നടത്തുക തുടങ്ങി വിത്ത് മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങൾ സമയമെടുത്ത് മനസ്സിലാക്കണം. കൂൺ കൃഷിയെ സംബന്ധിച്ച പരമാവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ വിട്ടുപോയതോ അതോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതായോ ഉണ്ടെങ്കിൽ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.